ഹായ് കൂട്ടുകാരെ. അപ്പോൾ അമ്മൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. അത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ, കുറച്ച് ഉണക്കച്ചെമ്മീനേ ഉള്ളൂ, അത് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഉണക്കച്ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ അന്ന് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് അച്ചാർ വെക്കാനും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അന്ന് വാങ്ങിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അപ്പം തന്നെ ചെമ്മീൻ റോസ്റ്റ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ ബാക്കിയാണിത്. 1/4 കിലോയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളിത് ചീനച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ അതിൻ്റെ വാലും തലയും ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചേര എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു നോൺ സ്റ്റിക്ക് അല്ല, ഇത് കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ് കേട്ടോ. അത് ഞാൻ അവിടുന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം കുറച്ചേ ഉള്ളൂ ചെമ്മീൻ, ഒരുപാട് ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലേക്ക് കായപ്പൊടി ഒരുപാട് ചേർക്കാറില്ല, കുറച്ചേ ചേർക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ നോൺ വെജ് അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് നല്ലെണ്ണയിൽ ആണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ചട്ടി ചൂടാവാൻ കുറച്ച് ടൈം എടുക്കുവേ, അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കഥ പറയാൻ വന്നത് ഞാൻ കേട്ടോ. അപ്പോൾ ഈ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീൻ അതിലേക്ക് കുറച്ചിടുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതാ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് കൊണ്ട് ഇത് അത്യാവശ്യം മൂത്ത് കിട്ടുവേ. കാരണം ഇത് തീരെ നൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടും. 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇരിക്കുന്ന ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതും കൂടെ ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മൂസ് കിച്ചൺ എന്ന് പറഞ്ഞ പേജിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മൂസ് കിച്ചൺ എന്ന് പറഞ്ഞ അച്ചാറിൻ്റെ ബിസിനസ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറുകളുടെ കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരും ദിവസങ്ങളിൽ ഞാൻ അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവയാണ് ഞാൻ ഇട്ടത്. 1 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ 1 സ്പൂൺ കടുകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുകും കൂടെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എടുപ്പിൻ്റെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു കൈ കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സ്റ്റാൻഡും മൈക്കും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞാനതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പം വീഡിയോയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് പഠിക്കട്ടെ. അപ്പോൾ ദാ നമ്മുടെ ഉലുവയും കടുകും പൊട്ടി വന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു കുടം വെളുത്തുള്ളിയേ ഉള്ളൂ കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇതായി വരുമ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകേ ഉള്ളൂ കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊക്കെ ഇത് ചെയ്യുന്നത് എൻ്റെ ഫോണ് കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഞാൻ ഈ സൈഡിലൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാൻഡ് വെച്ചൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കിയേ. ഇതാ കണ്ടോ, ഇതുപോലെ സ്റ്റാൻഡ് സൈഡിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും എനിക്ക് സെറ്റ് ആവണില്ല. അപ്പോൾ എന്നെ മാത്രം കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ പാത്രം കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. അപ്പോൾ എനിക്ക് പിന്നെയും ഞാൻ എന്ത് ചെയ്തു, ആ സ്റ്റാൻഡിൽ നിന്നൊക്കെ അതൊക്കെ എടുത്ത് മാറ്റി വീണ്ടും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഈ പൊടി ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഫോൺ എടുത്ത് കയ്യിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പൊട്ടത്തിയാണ് ഞാനെന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പൊടികളെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരണം. നമ്മൾ അച്ചാറിന് വേണ്ടി ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യുമ്പം ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു നല്ല ബ്ലാക്ക് ബ്രൗൺ കളർ ആകുന്ന വരെ ഞാനിത് മൂപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഒരു സ്പൂൺ നിറയെ ഉപ്പിടുന്നുണ്ട്. അച്ചാറായതുകൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അത് കേടാവാതിരിക്കണമെങ്കിൽ ഉപ്പ് അത്യാവശ്യമാണ്. എന്ന് വെച്ചിത് ഉപ്പ് കൂടുതൽ കഴിക്കുന്ന രീതിയിലല്ല. ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ഇതാ അത്യാവശ്യം ഒരു കളർ മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഇരുണ്ട കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് വിനാഗിരിയാണ് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. അതൊരു 250 മില്ലിയേ ഉള്ളൂ. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച്. നിങ്ങൾക്കിപ്പോൾ ഒഴിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. ഒരു 150 മില്ലി ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അത്രയും വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊടികളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിലേക്ക് ചേർക്കുക. ഈ ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇച്ചിരി ചാറ് കൂടുതലല്ലേ, വിനാഗിരിയുടെ ആ ഒരു ലൂസായിട്ട് കിടക്കൂലേ, അങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇച്ചിരി ചാറ് കൂടുതലാണ്. പക്ഷേ എങ്കിൽ ഇത് ഇച്ചിരി ചാറ് കൂടുതലാണ്. എങ്കിലും ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ, കാരണം ഈ വിനാഗിരിയൊക്കെ നമ്മൾ ചേർത്ത ഇത് കണ്ടോ, ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വന്നത് കണ്ടോ, നമ്മൾ ചേർത്ത ഈ ചെമ്മീനിലേക്ക് ഈ വിനാഗിരിയൊക്കെ അക്സെപ്റ്റ് ആവും, അതായത് അതിലേക്ക് പിടിക്കും. അപ്പം ഇത് കുറച്ചും കൂടി ഡ്രൈ ആവും. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഗ്രേവി ഉണ്ടാകും. നമുക്ക് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ നേരത്താണെങ്കിലും അല്ല എന്താണെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കാൻ നേരത്ത് നമുക്ക് ഇതിന് അത്യാവശ്യം ഒരു ചാറുണ്ടാവും, ഒരു ഗ്രേവി ഉണ്ടാവും. അതുപോലെ ആ ഡ്രൈനെസ്സും ഉണ്ടാവും. ഫുള്ളായിട്ട് ഒരു ഡ്രൈ ആയിട്ട് ഒരു ഫ്രൈ പോലെ വരുന്ന കൺസിസ്റ്റൻസിയിലല്ല ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത് ഈ ഒരു സ്റ്റേജിലാണ് അവസാനം നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ സ്റ്റാൻഡിൽ കൊണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. വെറുതെ കാട്ടിക്കൂട്ടിയതാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, അച്ചാർ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്